ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലിയിൽ എങ്ങനെ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പഠിക്കാനാണ്. അതിനായിട്ട് ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് കമ്പനി നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ കമ്പനിയുടെ പേര് അത് ക്യാപിറ്റൽ ലെറ്ററിൽ ഫുള്ളായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഡെമോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം എൻ്റർ അടിച്ച് താഴോട്ട് വന്ന് അഡ്രസ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക. കാരണം ഇതാണ് നമ്മൾ കൊടുക്കുന്ന സെയിൽ ബില്ലിൽ വരുന്ന അഡ്രസ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റായി സെലക്ട് ചെയ്യണം. എന്നാലാണ് ടാക്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ആവുള്ളൂ. പിന്നീട് കമ്പനിയുടെ ആ പ്ലേസിലെ പിൻകോഡ് കൊടുക്കുക. കമ്പനിയുടെ മൊബൈൽ നമ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ ബട്ടൺ അമർത്തി പിന്നീട് നമ്മൾ വരേണ്ടത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ്. നമ്മൾ ആ ഓപ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എന്നോട്ടാണോ സ്റ്റാർട്ട് ചെയ്യണത് ആ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കണം. 1-4 തൊട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം എൻ്റർ അടിച്ച് വന്നിട്ട് നമുക്കപ്പോൾ അടുത്തൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എനബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് യെസ് ആക്കിയതിന് ശേഷം എൻ്റർ അമർത്താം. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ കമ്പനിയുടെ GST രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ എന്നുള്ളത് നോക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ GST നമ്പർ തെറ്റാതെ അവിടെ ഫില്ല് ചെയ്യണം. പിന്നീട് നമ്മൾ എൻ്റർ അടിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ GST ഫയൽ ചെയ്യണത് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ എന്നുള്ളത് ചോദിക്കും. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കാണാം അവിടെ നമുക്ക് പ്രിൻ്റ് ഇ വേ ബില്ല് വിത്ത് ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇ വേ ബില്ല് എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് യെസ് ആക്കി കൊടുക്കുക. യെസ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ഈ ഇൻവോയ്സിൻ്റെ ഓപ്ഷനും യെസ് ആക്കി കൊടുക്കുക. പിന്നെ ബിൽ ഫ്രം പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ പ്ലേസ് ഏതാണോ വരണേ അതവിടെ കൊടുത്തിടുക. അതിനുശേഷം എൻ്റർ അടിച്ച് അക്സെപ്റ്റ് എന്നുള്ളത് യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളൊക്കെ സേവായി അവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് കമ്പനി ഡീറ്റെയിൽസിലോ അല്ലെങ്കിൽ GST നമ്പറിലോ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വന്നത് തിരുത്തണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലെ കമ്പനി എന്നുള്ള ഓപ്ഷനിൽ കയറാം. ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി അഡ്രസ്സിലോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പേരിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. അതിനുശേഷം എൻ്റർ അടിച്ചത് സേവ് ചെയ്യാം. പിന്നീട് നമുക്ക് GST സംബന്ധിച്ച കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൽ പോവുക. കമ്പനിയിൽ തന്നെ ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഗെയിൻ എനബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ കാണും റൈറ്റ് സൈഡിലായിട്ട്. അത് യെസ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത കമ്പനിയുടെ GST ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയതിന് ശേഷം എൻ്റർ അടിച്ച് ആ ബോക്സ് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയി.